ജയിച്ചേ മതിയാകൂ. തള്ളാനും കൊള്ളാനും ചുറ്റും നിൽക്കുന്നവരുള്ളപ്പോൾ അവരെ മർമാണി ഉപയോഗിച്ച് തളയ്ക്കുക എന്ന മാർഗമാണ് ചാണ്ടിയുമ്മൻ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ ഒത്തനടുക്ക് ചാണ്ടിയുമ്മൻ ഇരിപ്പുറപ്പിക്കാൻ തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ലെങ്കിലും യുവജന നേതാക്കളായി ഉയർത്തിപ്പിടിക്കുന്ന ഷാഫിയെയും മാങ്കൂട്ടത്തെയും കടത്തിവെട്ടിക്കൊണ്ടാണ് ഒറ്റയ്ക്ക് 1200 വീടുകൾ കയറിയിറങ്ങി ചാണ്ടിയുമ്മൻ റെക്കോർഡ് ഇട്ടത്. ഇപ്പോഴിതാ അത് 2000 കടന്നിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തോടു കൂടിയാണ് ചാണ്ടിയുമ്മൻ വീണ്ടും സജീവമാകുന്നത്. മഴയെയും കാറ്റിനെയും അവഗണിച്ച് ഓടി നടന്നാണ് ചാണ്ടിയുമ്മന്റെ വോട്ട് അഭ്യർത്ഥന. വീടാനന്തരം കയറിയിറങ്ങി ഓരോ ആളുകളെയും അവരുടെ വീട്ടുപടിക്കലെത്തി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഗ്രൗണ്ട് ലെവലിൽ ഉള്ളൊരു പണിയെടുക്കലാണത്. ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കാൻ ആർക്കും പറ്റും, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ഇച്ചിരി പാടാണ്. അതാണിപ്പോൾ ചാണ്ടിയുമ്മൻ ചെയ്ത് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 വീലറിൽ പ്രചാരണം നടത്തി ചാണ്ടിയുമ്മനെയും നമ്മൾ കണ്ടിരുന്നു. ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ സ്നേഹം കണ്ട് അമ്പരന്ന് പോയി എന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായി വീട് കയറുന്ന ആളാണ് താനെന്നും പറയുന്നുണ്ട്. ചാണ്ടിയുമ്മന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞു? സാറേ, ഇവര് ബാങ്കില് ഒരു ചെറിയൊരു വിഷയമുണ്ട്, ലോണ് ഇതായിട്ട് അർബൻ ബാങ്കിൽ ഇവരിങ്ങനെ വരും പോവും ചെയ്ത് ഒരിക്കൽ ടെൻഷൻ കയറി ഷുഗറായി അങ്ങനെ കാലിന്റെ ഓപ്പറേഷൻ ഇതുവരെ അടച്ചിട്ടില്ല. ഒരു 2 മാസം കുറിച്ച് അടയ്ക്കുന്നവരോ വെയിറ്റ് കൊടുത്താൽ തന്നെ അടച്ചില്ല, പിന്നെ അടച്ചില്ല. എൻ്റെ അതിൽ വെയിറ്റ് കുറവ് പോയത് തന്നെ ഇപ്പൊ 2-3 പ്രാവശ്യം വന്ന് പോയിന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഉണ്ട്, 10 ദിവസമായിട്ട് ഇവിടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. അയാളുടെ പേര് ഞാൻ നമ്പർ കൊടുക്കുന്നത് വിനോദൻ. ഞാൻ കെട്ടി ശരിയായി അവിടെ നോക്കിക്കോണം കേട്ടോ. എല്ലാവർക്കും ഇന്നലെ പ്രാർത്ഥന ഉണ്ടാവണം. 25 വർഷം വൈകുന്നേരം 4 മണിക്ക് എടക്കരയിൽ എത്തിച്ചേരുകയാണ്. സഖാവ് പിണറായി വിജയന് എടക്കരയിലെ പൗരാവലി നൽകുന്ന ഊഷ്മളമായ സ്വീകരണത്തിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹാദരവോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ അവിടെ ഉണ്ടായിരുന്നല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. നേരത്തേക്ക് ഉണ്ടായിരുന്നു.
ഇത് കിട്ടിയല്ലേ? ഇല്ല ഒന്നും വേണ്ട. മഞ്ഞാടിസ്ഥാനം മോനാ കേട്ടോ. നോട്ടീസായി പോയിക്കോട്ടെ. മനസ്സിലായോ? മഞ്ഞാടിസ്ഥാനം മോനാ ചാണ്ടിയമ്മൻ. ആവട്ടെ. ഫീൽ ചെയ്യുന്നത് നമുക്കറിയാം, ഒരു ജനതയുടെ മൊത്തം ഒരു വികാരം നിലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. ആര്യാടൻ ഷൗക്കത്തിലൂടെ അത് പ്രതിഫലിക്കും. ഏകദേശം എത്രയോളം വീട് കയറി? ഞങ്ങളുടെ ഒരു കണക്ക്, സാധാരണ ഞാൻ അങ്ങനെ കണക്കെടുത്തിട്ടില്ല, പക്ഷെ എൻ്റെ അടുത്ത് ശ്രീ ജയന്ത് പറഞ്ഞു ഈ പ്രാവശ്യം ഒരു 3000 വീട് കയറണമെന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരത് പറഞ്ഞു പിന്നെ ഒരു കണക്കെടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് പറയാൻ 2200 വീടാണ് കയറിയിരിക്കുന്നത്. ഞങ്ങളാകുമ്പോൾ ഇച്ചിലൂടെ കൂടുതൽ സ്പീഡിൽ കയറാൻ പറ്റും. അടുത്തടുത്താണ്, പ്രത്യേകിച്ച് ഇടക്കരയിൽ കടകളിൽ ഇതുവരെ കയറി തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2200ഓളം കടകളും വീടുകളും ഈ ഇടക്കര മണ്ഡലത്തിൽ ഈ ഭാഗത്ത് മാത്രമാണോ ഈ 2200ഓളം വീട്? 2000 പിന്നെ കുറച്ച് മൂത്തയിടത്ത് കയറിയിട്ടുണ്ട്, കുറച്ച് ഇത് നിലമ്പൂർ കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അമരാമ്പലത്തിനും കുറച്ച് കയറി. സത്യം പറഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തിൽ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്, ഒരുവിധമൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ മെയിൻ ഫോക്കസ് ഇടക്കര. ഇനിയും ഈ 3000-ന് അധികം ആയിട്ട് മാറുന്നു ഒരു തോന്നുന്നുണ്ടോ? നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എക്സ്പീരിയൻസ്. അപ്പോൾ അതും ഇത് ഈ ഒരു വീട് കയറുന്നതിന് സ്പീഡ് കൂട്ടുന്നതിന്? അല്ല, ഞാൻ 25 വർഷമായിട്ട് വീട് കയറുന്ന ആൾ. ഇതെൻ്റെ 25ാം വർഷമാണ്. ഇപ്പോൾ 25ാം വർഷം ഇപ്പം ഇങ്ങനൊരു അവസരം കിട്ടിയത് പാർട്ടിയോട് ഞാൻ നന്ദി പറയാം. ആദ്യമായിട്ട് എനിക്ക് പാർട്ടിയുടെ ചാർജ് കിട്ടി ഞാനൊരു പഞ്ചായത്തിൽ പോകുന്ന ആദ്യമായിട്ട്. അവിടെ വെച്ച് ഈ ഒരു ഇത്രയും വീടുകൾ കയറാൻ സാധിച്ചത് അതിയായ ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. അത് ഇനിയും ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഇൻസ്പിറേഷൻ ഈ നാട്ടിലൂടെ തന്നെയാണ് ഞാൻ കേരളം വിട്ട് പോയതും കർണാടക ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് പോയതും. എൻ്റെ പിതാവ് വഴിക്കടവിൽ വന്ന് യാത്രയാക്കിയതും ഈ സ്ഥലത്ത് വെച്ചാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഈ നാടുമായിട്ടൊരു ബന്ധം, അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. ഇപ്പോൾ ഈ പുതുപ്പള്ളി ഇലക്ഷനും ഈ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്, ഈ വീട് കയറുകയും മറ്റേ ആൾക്കാർ ഇങ്ങനെ അടുപ്പം കൂടുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, പുതുപ്പള്ളിയിലാണ് എൻ്റെ വീട് കയറ്റം തുടങ്ങിയത് 25 വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ വാർഡ് അന്ന് കയറിയത് ഇന്നും തുടരാൻ പറ്റുന്നു. ഇന്നും ഞാൻ അവിടെ വീടുകൾ കയറുന്നു. അതാണ് നമുക്കൊരു സ്ട്രെങ്ത് തരുന്നത്. ശരി, താങ്ക് യു. എടക്കര പഞ്ചായത്തിന് ചേർത്ത് പിടിച്ചൊരു MLA ആണ്. അദ്ദേഹത്തിന് മണ്ഡലമുള്ള ബൂത്തിൽ മാത്രമല്ല അദ്ദേഹം പോയിട്ടുള്ളത്. എല്ലാ കുടുംബയോഗങ്ങളിലും അർദ്ധരാത്രിയിലും ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു MLA ആണ്. അതുപോലെ ഒരു ചോദ്യം, ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഇതിൽ തന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പിന്നെ ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഒരു ഉമ്മ, തൊഴിലുറപ്പിൽ നിൽക്കുന്ന ഉമ്മ, ഞാൻ വന്നു കണ്ടപ്പോൾ തന്നെ പരിചയപ്പെട്ടപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. കാരണം അവർ പറഞ്ഞ അവരുടെ ഭർത്താവിൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞാണ് അവർ കരഞ്ഞത്. അപ്പം അങ്ങനെ പലയിടത്തും പോയപ്പോൾ ഇന്നലെയും അതേപോലെ ഒരു സാഹചര്യം, ഒരാൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ കരയുന്ന, ഇപ്പോഴും ആളുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം, അത് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതാണ് ഇവരെല്ലാം ഇവിടെ ഇത്രയും പേര് കൂടി വരാനുള്ള കാരണം, ഞങ്ങൾ ഒരുമിച്ച് വീട് കയറാനൊക്കെ കാരണം അദ്ദേഹമാണ്, യാതൊരു സംശയവും. സാറ് കുടുംബയോഗത്തിലേക്ക് കയറി വരുമ്പം തന്നെ ആളുകൾ ഭയങ്കര വികാരമായിട്ടാണ് സാറിനോട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് സാറിനെ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയെ കൂടെ ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സാറിൻ്റെ സാന്നിധ്യം ഞങ്ങളെ പഞ്ചായത്തിൻ്റെ ഭൂരിപക്ഷം കൂട്ടും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പ്.